അങ്ങനെ നമ്മള് റീല് തുടക്കം വെച്ചിരിക്കുകയാണ്. എന്ത് റീലാണ്, കണ്ടന്റ് എന്താണെന്ന് അറിയില്ലേ? നമ്മൾ ആദ്യം തന്നെ മൂവി റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഏത് മൂവി എന്ന് അറിയണ്ടേ? അതിനു മുമ്പ് എല്ലാരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മളെ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ കിഡിലേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു. പക്ഷെ ടൊവിനോയുടെ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വീണ്ടും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബിജു സാറിന് അതിനെക്കാളും പറ്റിയിട്ടില്ല. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ജനഗണമന മൂവി കിഡിലെ എന്റർടൈൻമെന്റ് മൂവി ആയിരുന്നു. ഞാൻ അത് കണ്ടു, അതുകൊണ്ടാണ് അത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടതാണ്. അത് എക്സ്പെക്ടേഷൻ ചെയ്താണ് ഞാൻ രണ്ടാമത്തെ ഈ മൂവി കാണാൻ പോയത്. അപ്പോഴേക്കും എന്റെ ഒരു അഭിപ്രായത്തിന് ഞാൻ പറയുന്നത് മൂവി 10 ഔട്ട് ഓഫ് ഒരു 6.5 കൊടുക്കാം. അത്രയും കൊടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അടുത്ത പറയാനുള്ള ടൊവിനോ ചേട്ടനെ കുറിച്ചാണ്. ടൊവിനോ ചേട്ടൻ ബോഡിയൊക്കെ അടിപൊളിയായിട്ട് ബിൽഡ് എടുത്തിട്ടുണ്ട്. അതും പോയിട്ട് അടുത്തതായിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ വരവുണ്ട്. അതെന്തോ നിങ്ങൾ ചോദിക്കില്ലേ, ക്രിസ്മസ് അപ്പൂപ്പന്റെ ഈ സിനിമയിൽ കാര്യമൊന്നും? അപ്പൊ ഈ ക്രിസ്മസ് അപ്പൂപ്പനല്ല, പൃഥ്വിരാജിനെയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ആക്കിയത്. ക്രിസ്മസ് അപ്പൂപ്പനല്ല, ആൾക്കൂടി ഗോഡ് ലൈഫിൽ നിങ്ങൾ കണ്ടില്ല, ആ സെയിം അതാണ്. ഇച്ചിരി കൂടി പിന്നെ യങ്ങായിട്ട് കാണിക്കുമ്പോഴത്തേക്കും കിഡിലായിട്ട് ബോഡിയൊക്കെ കാണിക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കിഡിലും ബോഡിയാണ്. ഞാൻ കണ്ട അടിപൊളിയായിട്ട് ആ സമയമൊക്കെ ഞാൻ ഫുൾ ഓണായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നോക്കിയപ്പം അടുത്തുള്ള ആൾക്കാർ ആ സീൻ മാത്രമേ എല്ലാവരും ഓണായിട്ടിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അടുത്തിരുന്ന് നോക്കിയപ്പോ എല്ലാവരും ഉറക്കമായിരുന്നു. അപ്പം അടുത്ത റിവ്യൂ, ലവ് ആൻഡ് ബൈ.